ഹേ ഗൈസ്, വെൽക്കം ബാക്ക്. എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നുണ്ട്. എനിവേസ് ഗൈസ്, എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നുണ്ട്. അങ്ങനെ ആറ്റുനോറ്റ് കാത്തിരുന്ന് എൻ്റെ ആങ്ങളുടെ കല്യാണം ആയി. കല്യാണം ഉറപ്പിച്ചു. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് ഞാൻ ഒരു മേക്ക് ഓവർ ചെയ്യാന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ പൊതുവെ ഞാൻ എൻ്റെ മൂത്ത ആങ്ങളുടെ കൂടെയാണ് എല്ലായിടത്തും പോവാറ്. അപ്പൊ ഇന്ന് പതിവ് തെറ്റിയിട്ട് ഞാൻ എൻ്റെ ഇളയ ആങ്ങളെ ഒന്ന് കൂട്ടിക്കൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു ഇവിടെ സാലൂണിൽ. മേക്ക് ഓവർ നന്നായിട്ട് നടന്നേനെ. കാരണം എന്റെ മൂത്തങ്ങളുടെ കൂടെ ഞാൻ ഉറങ്ങിയാലും കുഴപ്പമില്ല. വണ്ടിയിൽ ബൈക്കിലാണ് എപ്പോഴും പോവാറ്. ബൈക്കിൽ ഉറങ്ങിയാലും കുഴപ്പമില്ല, എന്റെ ആങ്ങളെ സേഫ് ആയിട്ട് കൊണ്ടെത്തിക്കും. പക്ഷെ ഇളയാളുടെ കൂടെ ഞാൻ ഇന്ന് വന്നിട്ടുണ്ടല്ലോ, 2 വട്ടം ഞാൻ ഇങ്ങനെ ജമ്പ് ഞാൻ വെച്ച് നിലത്ത് കിടക്കുന്നൊക്കെ ചെറുക്കൊരു മേക്ക് ഓവർ ആയി പോയാൻ എന്നെ. സോ അപ്പോ ട്രിവാൻഡ്രക്കാർക്ക് എല്ലാവർക്കും നല്ല രീതിക്ക് അറിയുന്ന ഒരു സ്ഥലത്താണ് ഞാനിപ്പോ വന്നിരിക്കുന്നത്, ഫെയറില്. എന്റെ ലൈഫിൽ ആദ്യത്തെ മേക്ക് ഓവർ ഞാൻ ഇവിടെ നിന്നാണ് ചെയ്തത്. 7 കൊല്ലം മുമ്പ് എന്റെ ഹെയറിന്റെ കളർ ചേഞ്ച് ആക്കിയത്. സോ ഇപ്പൊ ഇന്ന് ഞാൻ എന്തൊക്കെയാ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പ്ലാനിലൊന്നുമല്ല വന്നിരിക്കുന്നത്. ബട്ട് ഉറക്കനേറ്റ് നേരെ പോകണമെന്ന് തീരുമാനിച്ചു. ഇങ്ങോട്ട് എത്തി. ഇനിയിപ്പോ ഇറങ്ങിയതിന് ശേഷം ഞാൻ കാണിക്കാൻ എന്തൊക്കെയാ ചെയ്തെന്നുള്ളത്. അകത്ത് പോട്ടെ. തിരക്കുണ്ട് തോന്നുന്നു. ബിക്കോസ് എപ്പോഴും വന്നു കഴിഞ്ഞാൽ ഏത് ദിവസമാണ് ഇവിടെ തിരക്കാണ്. കല്യാണ ചെക്കനെയും കൂടെ ചെറുതായിട്ടൊന്ന് പൊളിയേശാക്കാൻ വേണ്ടിയിട്ട് ഞാൻ കൊണ്ടുവന്നതാണ്. പക്ഷെ കാണുന്നില്ല, എവിടെയാണെന്ന് അറിയില്ല. വണ്ടി പാർക്ക് ചെയ്യാൻ പോയിട്ട് എന്താണെന്തോ. ഇനിയിപ്പോ ഞാൻ നോക്കുന്നില്ല, ഞാൻ നേരെ അകത്ത് കയറാൻ കേട്ടോ. ഒരുപാട് വൈകില്ല, 10 മണിയായി. സോ ഞാൻ പോട് ഗൈസ്. എന്തെങ്കിലുമൊക്കെ ഞാൻ തീരുമാനിക്കും. പണി കിടക്കുന്ന മെൻസിന്റെ ആണല്ലേ. ഇത് ഞാൻ ഇപ്പോഴാണ് ശ്രദ്ധിക്കുന്നേ. വെൽക്കം ടു വോൾസ് ജസ്റ്റ് സലൂണ്. സീരിയസ്ലി ഞാൻ ഇന്നാ ഇത് അറിയുന്നേ. മുന്നേ ഞാൻ വരുന്ന സമയത്ത് ഇവിടുത്തെ ഈ ബിൽഡിങ്ങിലായിരുന്നു. ഇപ്പൊ ഇവിടെ പണിയൊക്കെ നടക്കുന്നുണ്ട്. അപ്പുറത്തെ സൈഡിലാണ് ബിൽഡിംഗ് ഉള്ളത്. ഞാൻ ഓരോന്നായിട്ട് ചെയ്യാൻ തുടങ്ങി. വന്ന പാടെ തന്നെ ഇങ്ങനെ വെള്ളം പൂശിയിട്ട് ഇങ്ങനെ ഇരുത്തിയിട്ടുണ്ട്. കയ്യില് കാലിലുണ്ട്. കളിയപ്പോ കാണിക്കുന്നില്ല. എനിക്ക് എന്താ ഓർമ്മ ഉണ്ടെന്നറിയോ, നമ്മുടെ ക്രോണിക് ബാച്ചിലർ മൂവിയില് ഇന്നസെന്റ് 1000 കുടമൊക്കെ പൊട്ടിച്ചിട്ട് വരുന്ന ഒരു ആളെ കാണിക്കൂലേ, അതുപോലെ തോന്നുന്നു എനിക്ക് എന്നെ കാണുമ്പോ. കാല് പൊഴുങ്ങാനിട്ടിരിക്കുകയാണ് ഗൈസ്. ഇതിനിടയ്ക്ക് ഞാനൊരു കോഫി പാസ്സാക്കി ഗൈസ്. ഇടയ്ക്കുള്ള ഷേക്ക് നിങ്ങൾ നോക്കണ്ട. ഇവിടെ മസാജ്, ഈ ചെയറില് മസാജ് ചെയറാണ്. കാലിക്ക് ഏകദേശം തീരുമാനമായി. കൈക്ക് ചെയ്തിട്ടുണ്ട്. ഉണ്ടായോ എന്തോ. ഇവിടെ ഇറങ്ങിയാൽ ഇനി പിന്നെ വ്യത്യാസങ്ങളൊക്കെ അറിയാൻ പറ്റുള്ളൂ. നല്ല കോഫി. ഇതിന്റെ താഴെ ഒരു കഫ്റ്റീരിയ ഉണ്ട് നമ്മൾ കയറി വരുന്നിടത്ത്. അവിടെ നിന്നാണ് കേട്ടോ ഞാൻ വാങ്ങിച്ചത്. സോ അടുത്തതായിട്ട് ഞാൻ അവതരിപ്പിക്കുന്നു എൻ്റെ മുടിയുടെ കളർ ചേഞ്ച് ആക്കൽ. അപ്പോൾ ഞാൻ വീട്ടിൽ നിന്ന് കുളിക്കേണ്ടല്ലോ കേട്ടോ വന്നിട്ടുണ്ടായിരുന്നത്. നോർമലി നമ്മൾ ഈ ഹെയർ സ്പൈ അതുപോലെ ഹെയർ കളറൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ കുളിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അവർ വന്നു കഴിഞ്ഞാൽ എന്തായാലും ഹെയർ വാഷ് ചെയ്ത് തരും. അപ്പോൾ ഹെയർ വാഷ് ചെയ്തിട്ട് ബ്ലോ ഡ്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഏത് കളർ എന്നുള്ളതൊക്കെ ഞാൻ വഴിയെ പറഞ്ഞത്. ഇപ്പോഴും പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു ഇത് പോകില്ലേ കാണാനൊരു തര. അപ്പോൾ ആ തരം ഞാൻ ഇവിടെ കളയുന്നില്ല. നമുക്ക് നോക്കാം ഏത് കളറാണെന്നുള്ളതൊക്കെ. കൃത്യം പറയുകയാണെന്നുണ്ടെങ്കിൽ 1 കൊല്ലം മുന്നേ കേട്ടോ ഞാൻ ലാസ്റ്റായിട്ട് ഹെയർ കളർ ചെയ്തിട്ടുണ്ട്. അത് ഇവിടെ തന്നെ കേട്ടോ ഞാൻ ചെയ്തത്. പക്ഷെ എനിക്കത് അത്ര സാറ്റിസ്ഫൈഡ് അല്ലായിരുന്നു. കാരണം ഞാൻ പറഞ്ഞ കളറും എനിക്ക് ചെതുന്ന ആളും ഒക്കെ എന്താ പറയുക, മുന്നേ ഉണ്ടായിരുന്ന എനിക്ക് ചെതുന്ന ആൾ തന്നെയാണ്. പക്ഷെ ആ ആൾ എന്താണെന്ന് അറിയത്തില്ല, ഞാൻ റെഫറൻസ് കൊടുത്തിട്ട് എനിക്ക് അതുപോലെ തന്നിട്ടുണ്ടായിരുന്നില്ല. ഇപ്രാവശ്യം ഞാൻ ഇവരുടെ തന്നെ ഒരു റെഫറൻസും കൊണ്ടാണ് വന്നത്. ഇവരുടെ പേജിൽ തന്നെ ഒരു വീഡിയോ എടുത്തുകൊണ്ടാണ് വന്നത്. അത് എന്നെ മതിയെന്നും പറഞ്ഞിട്ട് ഞാൻ അവരുടെ അടുത്ത് കാണിച്ച്. പിന്നെ ആദ്യമൊക്കെ ഇവരിങ്ങനെ പറയും കേട്ടോ, പിന്നെ അത് ലൈറ്റാകും, അത് അങ്ങനെയാണ് ഇങ്ങനെ കുറേ പറയും. പക്ഷെ നമുക്ക് അത് തന്നെ വേണമെന്നുകൊണ്ട് വാശി പിടിച്ചു കഴിഞ്ഞാൽ അവർ തന്നെ ചെയ്തു തരും. മുന്നേ എനിക്ക് പറ്റുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നിങ്ങൾ കാണുന്നുണ്ടല്ലോ ഈ കളർ നല്ല എൻ്റെ കോൺസെപ്റ്റിലുണ്ടായിരുന്നത് ലാസ്റ്റ് ടൈം ചെയ്യാൻ വേണ്ടിയിട്ട്. ഞാൻ കൊടുത്ത കളറൊന്നും ഒരുപാട് ലൈറ്റായി പോയിട്ടുണ്ടായിരുന്നു. ഇപ്രാവശ്യം എനിക്ക് ഒരൊറ്റ വാശിയുണ്ടായിരുന്നു. കളറ് ഇച്ചിരി കൂടിപ്പോയാലും കുഴപ്പമില്ല, ഞാൻ പറയുന്ന കളർ തന്നെ എനിക്ക് വേണമെന്ന് പറഞ്ഞിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. പറഞ്ഞിട്ടുണ്ടായിരുന്നു. സത്യം പറയുകയാണെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് ഞാൻ കളറൊക്കെ അടിക്കുന്നുണ്ടെങ്കിൽ ഇപ്രാവശ്യം കളർ അടിക്കുന്ന സമയത്ത് ഭയങ്കര നീറ്റിലും പുകച്ചിലൊക്കെ ആയിരുന്നു. എന്താണെന്ന് എനിക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല. ഞാൻ ചോദിക്കാൻ പോലും നിന്നിട്ടുണ്ടായിരുന്നില്ല. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ പയ്യൻ എൻ്റെ അടുത്ത് എന്തെല്ലോ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ലൈറ്റാക്കി തരട്ടെ, ഡാർക്കാക്കിയ രസം ഉണ്ടാവില്ല, ഇങ്ങനെ നിങ്ങൾ കാണിച്ച റെഫറൻസിലുള്ള കുട്ടിക്ക് മുന്നേ ആ കളറിൻ്റെ കുറച്ച് ലൈറ്റ് ഷെയ്ഡായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ഇതെല്ലാം പറഞ്ഞിട്ട് ഞാൻ കടുംവാശി പിടിച്ചിട്ടാണല്ലോ ഈ ഒരു കാട്ടിക്കൂട്ടൽ. അപ്പോൾ അതുകൊണ്ട് സത്യം പറഞ്ഞാൽ എനിക്ക് ഈ പൊള്ളലും നീറ്റിലൊന്നും പറയാൻ വേണ്ടി പറ്റുന്നുണ്ടായിരുന്നില്ല. കരച്ചിലൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. നോർമലി ഇങ്ങനെ ഉണ്ടാവാറുണ്ട്, എനിക്ക് മറന്നു. ലാസ്റ്റ് 1 ഇയർ ആയിട്ടാണ്, ലാസ്റ്റ് നവംബറിലാണ് കളർ ചെയ്തിട്ടുണ്ടായിരുന്നത്.
അപ്പോൾ ആരെങ്കിലും കളർ ചെയ്തിട്ട് ഇങ്ങനെ ഒരു നീറ്റിൽ മോച്ചിലൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ ഒന്ന് പറയണം കേട്ടോ. ഉണ്ടായിരുന്നെങ്കിൽ ഉണ്ട്, ഇല്ലെങ്കിൽ ഇല്ല, അല്ലെങ്കിൽ എനിക്കൊന്ന് പ്രശ്നം പറ്റുന്നതാണെന്നൊക്കെ. അങ്ങനെ നീണ്ട 2 മണിക്കൂറിന് ശേഷം എൻ്റെ മുടിയൊക്കെ കഴുകിയിട്ടുണ്ടായിരുന്നു. ഏറെക്കുറെ ഞാൻ പറഞ്ഞ കളറുമായി സമയമായിട്ടുള്ള ഒരു കളർ പൊന്തി വരുന്നുണ്ട്. അപ്പോൾ നന്നായിട്ട് ഡ്രൈ ആക്കിയതിന് ശേഷം മാത്രമേ നമുക്ക് കാണാൻ പറ്റുള്ളൂ കളറിൻ്റെ ഒരു ഡെപ്ത് എങ്ങനെയാണെന്നുള്ളത്. അപ്പോൾ നന്നായിട്ട് ബ്ലോ ഡ്രൈ ചെയ്തതിന് ശേഷം ഞാൻ കാണിക്കാം കേട്ടോ. ഇതാണ് എൻ്റെ ഫൈനൽ ലുക്ക്. ഞാൻ സജസ്റ്റ് ചെയ്യുന്ന കളർ എന്ന് പറയുമ്പോൾ ഹണി ബ്രൗൺ ആണ്. ഞാൻ വാശി പിടിച്ചിട്ട് അതെന്നെ വേണം. ഒരു എൻ്റെ അടുത്ത് പറഞ്ഞു കുറച്ച് ലൈറ്റ് ആക്കാം, കുറച്ചുകൂടെ ലൈറ്റ് ആക്കി തരാന്നൊക്കെ. ഞാൻ ഏറ്റവും എനിക്ക് ബ്രൈറ്റ് തന്നെ വേണമെന്ന് പറഞ്ഞിട്ട് ചെയ്യിപ്പിച്ച കളറാണ്. പിന്നെ നന്നായിട്ട് ഹെയർ ഒക്കെ സെറ്റ് ആക്കി കൂടെ തന്നു. എപ്പിടി ഇരിക്കെ ഗൈസ് എന്റെ പുതിയ മേക്ക് ഓവർ? എനിക്കിഷ്ടായി. ഇനി ഇതും കൊണ്ട് തന്നെ വീട്ടിലെടുക്കുമെന്നുള്ളത് എനിക്ക് അറിയാൻ പാടില്ല. ഞാൻ വീട്ടിലെ കളറൊക്കെ ചെയ്യുന്നെന്ന് പറഞ്ഞു, പക്ഷെ ഇത്രയും ബ്രൈറ്റ് കളർ ആണെന്നൊന്നും പറഞ്ഞില്ല. എനിവേഴ്സ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഒരു 7 കൊല്ലത്തിന് ശേഷമാണ് ഞാൻ എൻ്റെ മുഖത്തിനും എൻ്റെ മനസ്സിനും പറ്റൊരു കളറ് ചെയ്തെന്നുള്ളത് എനിക്ക് തോന്നുന്നത്. അപ്പോൾ എന്തായാലും ലുക്ക് എങ്ങനെയാണെന്നുള്ള എല്ലാവരും കമന്റ് ഇട്ടിട്ട് ഞാൻ പോകുന്നത്. എനിക്ക് വിശക്കുന്നു. 4:30 മണിയായി. രാവിലെ 10 മണിക്ക് വന്നതാണ്. എല്ലാം കൂടി ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും 4:30 മണിയായി. അപ്പൊ ശരി, ടാറ്റ ബൈ ബൈ. നമുക്ക് നെക്സ്റ്റ് കല്യാണ വീഡിയോസിൽ കാണാം ഗൈസ്. ടാറ്റ ബൈ ബൈ.